ആം ആദ്മിക്ക് ഇപ്പോൾ പഞ്ചാബിൽ മാത്രമാണ് ഭരണം. ആ ഭരണവും അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആം ആദ്മിക്ക് പഞ്ചാബിൽ നഷ്ടമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആം ആദ്മി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജീവ് അറോറയുടെ വീട്ടിൽ ഇഡിയുടെ റെയ്ഡിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ അഴിമതി കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായി പഞ്ചാബിലെ മുതിർന്ന ആം ആദ്മി നേതാവും രാജ്യസഭാ എംപിയുമായ സഞ്ജീവ് അറോറയുടെ വസതിയിൽ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡാണ് നടന്നത്. ഛത്തീസ്ഗഡിലെ സെക്ടർ 2-ലും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡിലെ സെക്ടർ 2-ൽ അദ്ദേഹത്തിന്റെ ഓഫീസാണ്. കൂടാതെ വീട്ടിലും ഇഡി പരിശോധന നടത്തി. CRPF ഉദ്യോഗസ്ഥരുടെ പൂർണ്ണ സുരക്ഷയിലാണ് പരിശോധന നടന്നത്. ഒരു മാസത്തിനിടെ ഇത് രണ്ടാമത്തെ തവണയാണ് സഞ്ജീവ് അറോറയുടെ സ്ഥാപനങ്ങളിലും വസതിയിലും ഇഡി ഒന്നിച്ച് റെയ്ഡ് നടത്തുന്നത്. ഇന്ന് രാവിലെ 15ഓളം വാഹനങ്ങളിലായാണ് ഇഡി ഉദ്യോഗസ്ഥർ സഞ്ജീവ് അറോറയുടെ വസതിയിലെത്തിയത്. വീടിന്റെ നിയന്ത്രണം പൂർണ്ണമായും CRPF ഏറ്റെടുത്തു. ആരെയും വീട്ടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാനോ അല്ലെങ്കിൽ പുറത്തു പോകാനോ അനുവദിക്കുന്നില്ല എന്ന് തന്നെ ആദ്യം തന്നെ ഇഡി ഉദ്യോഗസ്ഥരും CRPF ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. ഛത്തീസ്ഗഡ്, ഗുരുഗ്രാം, ഡൽഹി എന്നിവിടങ്ങളിലായി 5 ഇടങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി NCRലും സഞ്ജീവ് അറോറയുടെ ഔദ്യോഗിക വസതിയിലും അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള ഹാംപൺ സ്കൈ റിയൽ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലും പരിശോധന നടക്കുന്നുണ്ട്. സഞ്ജീവ് അറോറ തന്റെ കമ്പനി വഴി 100 കോടിയിലധികം രൂപയുടെ മൊബൈൽ ഫോണുകൾ വ്യാജ GST ബില്ലുകൾ ഉപയോഗിച്ച് വാങ്ങി എന്നതാണ് പ്രധാന ആരോപണം. ഡൽഹിയിലില്ലാത്ത വ്യാജ കമ്പനികളുടെ പേരിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും എക്സ്പോർട്ട് ക്രെഡിറ്റും ഉണ്ടാക്കി. ഡ്യൂട്ടി ഡ്രോബാക്കിൽ GST റീഫണ്ട് നേടുന്നതിനായി നിരവധി വ്യാജ GST പർച്ചേസ് ബില്ലുകൾ ഉണ്ടാക്കിയതിലൂടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. ഈ പണം ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് കള്ളപ്പണമായി എത്തിച്ചു എന്നതാണ് കേസ്. ഇതിലൂടെ അദ്ദേഹം വ്യക്തിപരമായി വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നും ഇഡി വൃത്തങ്ങൾ പറയുന്നുണ്ട്. സഞ്ജീവ് അറോറയുടെ വീട്ടിൽ നടക്കുന്ന റെയ്ഡിന് പിന്നാലെ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. എക്സിലൂടെയായിരുന്നു പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഒരു വർഷത്തിനിടെ ഇത് 3-ാം തവണയാണ് BJPയുടെ നിയന്ത്രണത്തിലുള്ള ഇഡി അറോറയുടെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഒരു മാസത്തിനിടെ ഇത് 2ാമത്തെ തവണയാണ്. എന്നിട്ടും അവർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പഞ്ചാബ് ഗുരുക്കന്മാരുടെയും അതോടൊപ്പം തന്നെ പഞ്ചാബ് ഗുരുക്കന്മാരുടെ മണ്ണാണെന്നും ഔറംഗസേബിന് പോലും ഇവിടുത്തെ ജനങ്ങളെ അടിയറവ് പറയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഭഗവത് മാൻ പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുനിക്കാത്ത ഭഗവത് സിംഗിന്റെ നാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്നാണ് ഭഗവത് മാൻ പറയുന്നത്. ഇഡിയും BJPയും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പഞ്ചാബ് അവസാനിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. സമാനമായ പ്രതികരണവുമായി പഞ്ചാബ് ക്യാബിനറ്റ് മന്ത്രി അമൻ അറോറയും രംഗത്തെത്തി. BJPയുടെ രാഷ്ട്രീയ പകപോക്കലാണ് ഈ ഇഡി റെയ്ഡ് എന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയത്. റെയ്ഡിന് പിന്നാലെ ആം ആദ്മിയെയും മുഖ്യമന്ത്രി ഭഗവത് മാനെയും പരിഹസിച്ച് മുതിർന്ന ശിരോമണി അകാലിദൾ നേതാവ് ബിക്രം സിംഗ് മജീദിയ രംഗത്തെത്തി. ഇഡി നടപടിയോടെ അഴിമതിക്കാരായ നിർമ്മാതാക്കൾ മാത്രമല്ല അധികാരത്തിലിരിക്കുന്ന പലരും കുടുങ്ങുമെന്ന് അദ്ദേഹം പറയുകയാണ്. മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാന്റെയും ഏറ്റവും അടുത്ത അനുയായിയായ സഞ്ജീവ് അറോറയുടെ വീട്ടിൽ നിന്ന് ഇഡി സംഘം നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്റെ സ്വകാര്യ വിമാനത്തിൽ ബംഗളൂരിൽ നിന്ന് കൊണ്ടുവന്ന ബിർ ദേവീന്ദർ, അതോടൊപ്പം തന്നെ പ്രീത്പാൽ സിംഗ്, നിതിൻ എന്നിവരും ഇപ്പോൾ ഇഡിയുടെ നിരീക്ഷണത്തിലാണ്.